നാറി അവിടെ സിവിൽ വോളണ്ടിയർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. തലയുടെ ഉച്ച മുതൽ പാദം വരെയും ആ കുട്ടിയുടെ ശരീരത്തിൽ അതിക്രൂരമായ മുറിവുകളാണ് സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ പ്രൈവറ്റ് പാർട്സ് ഒക്കെ തകർത്തിരിക്കുകയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ്സ് അറിയിക്കുക. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വളരെയധികം വേദനയോട് കൂടിയാണ്. കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കൊൽക്കത്തയിൽ ഉണ്ടായ സംഭവം. ഒരു ട്രെയിനിയായ ഡോക്ടർ അതിക്രൂരമായ പീഡനത്തിന് ഇരയായി മരണപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിനെ തുടർന്ന് അവിടെയൊക്കെ ജോലി ചെയ്യുന്ന മറ്റു ഡോക്ടേഴ്സ് എല്ലാം സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ആ കുട്ടിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാനായിട്ട്. മരണപ്പെട്ടു പോയ ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചുരുക്കി ഞാൻ നിങ്ങളോട് പറയാം. കൊൽക്കത്തയിലെ RGKR എന്ന ഹോസ്പിറ്റലിൽ ഒരു ട്രെയിനിയായി വർക്ക് ചെയ്ത് വരുന്ന ഒരു ഡോക്ടറായിരുന്നു ഈ മരണപ്പെട്ടുപോയ പെൺകുട്ടി. തുടർച്ചയായ 36 മണിക്കൂറത്തെ ഡ്യൂട്ടിക്ക് ശേഷം 3 പേർ ചേർന്ന് ഫുഡ് ഓർഡർ ചെയ്യുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ബാക്കി 2 പേർ ഹോസ്പിറ്റലിലേക്ക് ഡ്യൂട്ടിക്ക് പോയി. ഒരു പെൺകുട്ടി, ഈ പീഡനത്തിന് ഇരയായ ഈ പെൺകുട്ടി അവിടുത്തെ സെമിനാർ ഹാളിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കുറച്ച് പഠിച്ചതിന് ശേഷം ഒന്ന് മയങ്ങുകയാണ്. ആ മയങ്ങിയ സമയത്ത് ആ കുട്ടി ഒരു ദുഷ്ടനിൽ നിന്ന് അതിക്രൂരമായ പീഡനത്തിന് ഇരയാവുകയാണ്. ഈ പരമനാറി അവിടെ സിവിൽ വോളണ്ടിയർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. സിവിൽ വോളണ്ടിയർ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അവിടെ വരുന്ന പേഷ്യൻസിന് ബെഡൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക, അങ്ങനെയുള്ള സകല ജോലികളുമാണ് അവൻ ചെയ്യുന്നത്. അതിൽ നിന്ന് ഒരുപാട് കമ്മീഷനും കാര്യങ്ങളും ഒക്കെ ഇവൻ വാങ്ങിച്ചെടുക്കുന്നുണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും ഇവനെ കുറിച്ച് പോലീസ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് 33 വയസ്സ് മാത്രം പ്രായമുള്ള ഇവൻ ഈ 33 വയസ്സിനിടയ്ക്ക് 3 പ്രാവശ്യമാണ് ഇവൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഇവന്റെ അതിക്രൂരമായ പീഡനം കാരണം ഇവനിൽ നിന്ന് എല്ലാ പെൺകുട്ടികളും ഓടി അകലുകയാണ് ചെയ്യുന്നത്. അത്ര വൃത്തികെട്ടവനായ ഒരു വ്യക്തിയെയാണ് ആ സ്ഥാപനത്തിൽ അവർ ജോലിക്ക് എടുത്തിരിക്കുന്നത്. നമ്മളെല്ലാം ഓരോ സ്ഥാപനങ്ങളിൽ ജോലിക്കായിട്ട് ഓരോ വ്യക്തികളെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് കൂടി അന്വേഷിക്കുന്നത് അവിടെ ജോലി ചെയ്യുന്ന മറ്റ് സ്റ്റാഫുകളുടെ സുരക്ഷിതത്തിന് നല്ലതായിരിക്കുമെന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവൻ ചെയ്തത് എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാം. 4 മണിയോടുകൂടി ഇവൻ ആ കുട്ടി റെസ്റ്റ് എടുക്കുന്ന ഹാളിലേക്ക് പോകുന്നത് കാണുന്നുണ്ട് CCTV. അവിടെ ചെന്ന് ഈ കുട്ടിയെ അതിക്രൂരമായിട്ടാണ് ഇവൻ പീഡിപ്പിച്ചത്. തലയുടെ ഉച്ച മുതൽ പാദം വരെയും ആ കുട്ടിയുടെ ശരീരത്തിൽ അതിക്രൂരമായ മുറിവുകളാണ് സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ പ്രൈവറ്റ് പാർട്സ് ഒക്കെ തകർത്തിരിക്കുകയാണ്. ആ കുട്ടി ഉപയോഗിച്ചിരുന്ന കണ്ണട അത് പൊട്ടി ആ കുട്ടിയുടെ കണ്ണിനകത്തേക്ക് തറച്ചു കയറിയിരിക്കുകയാണ്. എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും ആ പെൺകുട്ടി എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. कोई कपड़ा नहीं था, पैर दोनों राइट एंगल में मिला गया, राइट एंगल में एक पांव बेड के इस तरफ, एक पांव बेड के इस तरफ मिला गया. जब तक पेल्विक गर्डल नहीं टूटता है इस तरह 2 पांव को नहीं चीरा जा सकता है. ഈ വേദനയെല്ലാം അനുഭവിച്ചതിന് ശേഷം ഇവൻ ആ പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയാണ്. ഇത്രയധികം വേദന സഹിച്ച ഈ പെൺകുട്ടി മരണപ്പെടുന്നിടം വരെയും എന്തുമാത്രം പ്രയാസം അനുഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? നമ്മുടെ വീട്ടിലെ സഹോദരങ്ങളുണ്ട്, നമ്മുടെ കൂട്ടുകാരുണ്ട്, നമുക്കെല്ലാവർക്കും പുറത്തിറങ്ങി നടക്കണ്ടേ? ഇങ്ങനെയുള്ള ക്രൂരന്മാരെ പേടിച്ച് നമ്മൾ മാറി നടക്കാൻ കഴിയുമോ? നമുക്ക് ജീവിതമില്ലേ? നമുക്ക് പഠിക്കണ്ടേ? നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനങ്ങളിൽ നമുക്ക് എത്തണ്ടേ? ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ സമൂഹത്തിന് മുൻപിൽ ഇങ്ങനെ തുറന്നു വിട്ടതിന് ശേഷം ഇതിനൊക്കെ ഇരയായി വരുന്ന പെൺകുട്ടികളുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എത്ര പേർക്കാണ് ഇതിനു മുമ്പ് ഡൽഹിയിൽ നടന്ന സംഭവം നമ്മളെല്ലാവരും കണ്ടയാണ്. നിർഭയ എന്ന പെൺകുട്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ പീഡനത്തിനിരയായത്. ഇതൊക്കെ ഇങ്ങനെ ഒന്നുമാറി നമ്മുടെ രാജ്യത്ത് വളരെയധികം ദുഷ്ടപ്രവർത്തികൾ നടന്നിട്ടും ഇതിൽ ഈ നിയമങ്ങൾക്കൊന്നും ഒരു വ്യത്യാസവും വരുന്നില്ല എന്ന കാര്യത്തിനാണ് വളരെയധികം സങ്കടം. നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ മാറേണ്ട സമയമായിരിക്കുകയാണ്. ചില സാഹചര്യങ്ങളിലൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, സൗദിയിലൊക്കെ നടന്നു വരുന്ന നിയമങ്ങളൊക്കെ എത്ര നല്ലതാണ്. ക്രൂരത ചെയ്യുന്നവരെ അപ്പോൾ തന്നെ കഴുത്തറുത്ത് കൊല്ലുകയാണ്. അത് മറ്റുള്ള ക്രൂരന്മാർക്ക് ഒരു പാഠമാണെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. ഇങ്ങനെയുള്ള ക്രൂരന്മാരെയൊക്കെ ഇതുപോലുള്ള നിയമങ്ങൾക്ക് വിധേയനാകുകയാണ് വേണ്ടത്. ഇവനാണ് ഇത് ചെയ്തതെന്ന് വളരെ വ്യക്തമായിട്ട് അവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് കണ്ടെത്തിയിരിക്കുകയാണ്. ഇവന്റെ ബ്ലൂടൂത്ത് ഒരെണ്ണം ആ കുട്ടി മരണപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ലഭിക്കുകയും തുടർന്ന് അത് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ഇവന്റെ ബ്ലൂടൂത്ത് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. അതുമാത്രമല്ല ഇവന്റെ ചെരുപ്പിൽ നിന്ന് ഈ മരണപ്പെട്ടു പോയ ഡോക്ടറിന്റെ ബ്ലഡിന്റെ അംശവും ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ പരിശോധിച്ചപ്പോൾ ഇവൻ തന്നെയാണ്
ഈ കുട്ടിയെ ഉപദ്രവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെയധികം വിഷമമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ. നമ്മളെ എത്ര സുരക്ഷിതരാണെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ തുറന്ന് ലോകത്തിന് മുമ്പിലേക്ക് വിടാതെ ഇവന്മാരെയൊക്കെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്യണം. എന്തായാലും ഈ ഒരു സംഭവം രാജ്യമെമ്പാടും ഉള്ള ഡോക്ടേഴ്സുമാര് സമരത്തോടു കൂടി മുൻപോട്ട് പോകാനാണ് ഒരുങ്ങിയിരിക്കുന്നത്. ആ കുട്ടിക്ക് നീതി ലഭിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇവനെ ഒന്നും വെറുതെ വിടരുത്. ഇവനൊക്കെ വേണ്ടിയിട്ട് ശക്തമായിട്ട് സംസാരിക്കുക. അത്രമാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക, നിയമത്തിൽ നിന്ന് നല്ല ശിക്ഷകൾ വാങ്ങിക്കൊടുക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ ബൈ.